രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു കിലോ കഞ്ചാവുമായി കൊലക്കേസ് പ്രതിയടക്കം 2 പേർ പിടിയിൽ. കണിമംഗലം സ്വദേശി ബിജോയ്, പാലക്കൽ സ്വദേശി നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂരിൽ വോട്ടുവെട്ടലെന്ന ആരോപണം. ബിജെപിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. 27-ന് പ്രതിഷേധ ധർണ നടത്തുമെന്ന് നേതൃത്വം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ തീവ്ര ശ്രമം. ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം മുരിങ്ങൂരിലും ചിറങ്ങരയിലും എത്തും. തിരുവില്ലാമല മല്ലേശമംഗലത്ത് 6 ലക്ഷം രൂപയുടെ ടാർ മോഷണം പോയി. കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. നമസ്കാരം. വാർത്തകൾ വിശദമായി. 1 കിലോയിലധികം കഞ്ചാവുമായി കൊലക്കേസ് പ്രതിയടക്കം 2 പേരെ എക്സൈസ് പിടികൂടി. കണിമംഗലം സ്വദേശി തെക്കേത്തല വീട്ടിൽ ബിജോയ്, കൊലക്കേസ് പ്രതിയും പാലക്കൽ സ്വദേശി നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കണിമംഗലം നെടുപ്പുഴ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും തൃശൂർ എക്സൈസ് നർക്കോട്ടിക് സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഇവരിൽ നിന്നും 1 കിലോയിലധികം കഞ്ചാവ് പിടികൂടി. പ്രതികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനവും കസ്റ്റഡിയിലെടുത്തു. തൃശൂർ എക്സൈസ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ റോയ്, ഇന്റലിജൻസ് ഇൻസ്പെക്ടർ AB പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. കൊടുങ്ങല്ലൂരിൽ വോട്ടുവെട്ടലെന്ന ആരോപണം. നഗരസഭ ഭരിക്കുന്ന BJPക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വോട്ടർ പട്ടിക പുതുക്കലിനിടയിൽ ന്യൂനപക്ഷ വോട്ടർമാരുടെ പേരുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റാൻ ശ്രമം നടക്കുന്നതായി കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. അടിസ്ഥാനരഹിതമായ കാരണങ്ങൾ ഉന്നയിച്ചാണ് പേര് വെട്ടാൻ ശ്രമം നടക്കുന്നത്. തക്കതായ കാരണമില്ലാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. 27-ന് കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു പറഞ്ഞു. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഹിയറിംഗിന് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ദിവസത്തിന് തലേന്നുവരെ സമയം നീട്ടിയത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾക്കിടയാക്കുമെന്ന് ആക്ഷേപം. ഈ മാസം 29 വരെയാണ് പേര് ചേർക്കുന്നതിനുള്ള ഹിയറിംഗിന് സമയം നീട്ടിയിരിക്കുന്നത്. അതേസമയം പുതിയ വോട്ടർ പട്ടിക ഈ മാസം 30-ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നത്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്ന പ്രവൃത്തികളുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് വൈകിട്ട് 3 മണിയോടെ മുരിങ്ങൂരിലും ചിറങ്ങരയിലും എത്തും. രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് ചാലക്കുടിയിലെ LDF ജനപ്രതിനിധികളും പ്രവർത്തകരും പാലക്കാട് പ്രൊജക്ട് ഓഫീസറുടെ കാര്യാലയം ഉപരോധിച്ചിരുന്നു. ഇതേ തുടർന്ന് സ്ഥലം സന്ദർശിക്കുമെന്ന് പ്രൊജക്ട് ഡയറക്ടർ ഉറപ്പു നൽകിയിരുന്നു. തിരുവില്ലാമല മല്ലേശമംഗലം റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിക്കാൻ വെച്ച 6 ലക്ഷം രൂപയുടെ ടാർ മോഷണം പോയി. മല്ലേശമംഗലം ഫോറസ്റ്റ് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന 58 ബാരൽ ടാറാണ് ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായത്. ഏകദേശം 6 ലക്ഷം രൂപ വില വരുന്ന ടാർ മോഷണം പോയതായി കാണിച്ച് കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. ഓഗസ്റ്റ് 3-നും 11-നും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ആയി പിരിഞ്ഞത് വലിയ ദുര്യോഗമായെന്ന് CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. പാർട്ടി ഒന്നായി നിലനിന്നിരുന്നെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ ഇന്നിതാകുമായിരുന്നില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവത്തിൽ മാർക്സിസത്തിലേക്കൊരു ഇന്ത്യൻ വഴി എന്ന പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പറഞ്ഞ് പരിഹരിക്കാമായിരുന്നു. അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ത്യ ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു എന്ന് പറയുന്നവരെ കുറ്റം പറയാനാകില്ല. കാരണം പാർട്ടി അത്രയും ശക്തമായി വളർന്നു വരുന്ന സാഹചര്യമായിരുന്നു അത്. വിപ്ലവം വാക്കിൽ മാത്രം പോരാ, ഭൗതിക സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കി മനുഷ്യർ ശക്തിപ്പെടണം. അനുഭവമാണ് പാഠവും ഗുരുനാഥനും. നിലവിൽ ഇന്ത്യൻ ജനതയ്ക്ക് അത്തരമൊരു അനുഭവം വന്നിരിക്കുകയാണ്. ഇത് നേരിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിൽ 2ാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് നമ്മൾ എന്ത് ഇത്ര വൈപല്യത്തോടെ വന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ജാതി, മറ്റൊരു കാര്യം ഓരോ പ്രദേശത്തെയും ജീവിതം.
മാത്രമല്ല ഇന്ത്യൻ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും അറിഞ്ഞോ അറിയാതെയോ ദൈവവിശ്വാസികളാണ്. ആ വിശ്വാസം നമ്മൾ ഒരു ദിവസം ഇല്ലാതാക്കാൻ കഴിയില്ല. ആ വിശ്വാസമാണ് ഇന്ത്യൻ ജനങ്ങളെ നയിക്കുന്നത്. ആ വിശ്വാസമാണ് അവരുടെ മനസ്സിലെല്ലാം ഉള്ളത്. അത് ശരിക്കും ആദ്യമായി കണ്ടറിഞ്ഞ ഒരു നേതാവാണ് മഹാത്മാഗാന്ധി. ബഷീർ വേദിയിൽ നടന്ന ചർച്ചയിൽ TV മധു, EN രാജൻ എന്നിവർ പങ്കെടുത്തു. MD വേദിയിൽ നടന്ന സാഹിത്യ മലയാളത്തിന്റെ പരിണാമം എന്ന പാനൽ ചർച്ചയിൽ കുര്യാസ് കുമ്പളക്കുഴി അധ്യക്ഷത വഹിച്ചു. SK വസന്തൻ, M തോമസ് മാത്യു, കാവുമ്പായി ബാലകൃഷ്ണൻ, P സുരേഷ് എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. മലക്കപ്പാറ റോഡിലെ പൊകലപ്പാറയിൽ മരം വീണ് 2 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെയാണ് കൂറ്റൻ മരം റോഡിന് കുറുകെ വീണത്. വനപാലകർ സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ദേശീയ നഗര ശുചിത്വ സർവേയിൽ ഇടത്തരം നഗരവിഭാഗത്തിൽ ഗുരുവായൂർ നഗരസഭ 2ാം റാങ്കോടെ ക്ലീൻ സിറ്റി ഓഫ് കേരള അവാർഡ് കരസ്ഥമാക്കി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷിൽ നിന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അവാർഡ് ഏറ്റുവാങ്ങി. വൈസ് ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ എന്നിവരും പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. യുവതി പറഞ്ഞത് തന്നെപ്പറ്റിയാണെന്ന് അറിയില്ല. പരാതി വരുമ്പോൾ നിയമപരമായി നേരിടും. ആരോപണങ്ങൾ തനിക്കെതിരെയല്ലെന്നാണ് വിശ്വാസം. തന്റെ പേരിലുള്ള ഓഡിയോയുടെ ആധികാരികത പരിശോധിക്കണം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ MLA ഓഫീസിലേക്ക് DYFI പ്രവർത്തകർ മാർച്ച് നടത്തി. ബോർഡിൽ കരിയോയിലൊഴിച്ച് പ്രതിഷേധിച്ചു. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധന സേവ്യർ ചിറ്റലപ്പള്ളി MLAയുടെ നാടകമാണെന്ന് കോൺഗ്രസ്. ഒരു വർഷത്തിനുള്ളിൽ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി ഭവനരഹിതർക്ക് നൽകുമെന്നാണ് MLA വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ 4 വർഷം കഴിഞ്ഞിട്ടും ഇതിനായി ചെറുവിരൽ പോലും അനക്കിയില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് പരിശോധനയെന്ന് DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ പറഞ്ഞു. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. ഇന്ന് രാവിലെ മുതൽ NDRF സംഘം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോവിലകം സ്വദേശി പുനക്കത്തറ വീട്ടിൽ അഖിൽരാജാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ചൊവ്വാഴ്ച രാത്രിയാണ് ബൈക്കടക്കം അഖിൽരാജ് പുഴയിൽ വീണത്. പെരിഞ്ഞനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് പറന്നുപോയത് 3 കിലോമീറ്റർ ദൂരം. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന ജാം ഹെയർ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ ബോർഡാണ് കാറ്റിൽ ഉയർന്നു പൊങ്ങി 3 കിലോമീറ്റർ വായുവിലൂടെ സഞ്ചരിച്ച് ചക്കരപ്പാടത്തെത്തിയത്. ചക്കരപ്പാടം പൊന്നിശ്ശേരി അബ്ദുൽ മനാഫിന്റെ വീട്ടുപറമ്പിലാണ് ബോർഡ് വന്ന് വീണത്. 10 അടി നീളവും 4 അടി വീതിയുമുള്ള ബോർഡ് 3 കിലോമീറ്റർ പറന്നത് വിശ്വസിക്കാനാവാതെ കുഴങ്ങുകയാണ് കടയുടമയും വീട്ടുകാരനും. വീഡിയോ പുറത്തു വന്നതോടെയാണ് സംഭവം വാസ്തവമാണെന്ന് ജനങ്ങളും തിരിച്ചറിയുന്നത്. ആകാശത്തെന്തോ പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ചക്കരപ്പാടം സ്വദേശി ഷെജീബാണ് ദൃശ്യം പകർത്തിയത്. പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഓണക്കാലത്തെ വരവേൽക്കാൻ ആയിരക്കണക്കിന് പൂക്കൾ വിരിയിച്ചിരിക്കുകയാണ് കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ കിരാതപാർവതി ക്ഷേത്ര സമിതി. ക്ഷേത്രാങ്കണത്തിലെ ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് 2500ഓളം വരുന്ന ചെണ്ടുമല്ലി തൈകളാണ് ഈ വർഷം ക്ഷേത്രസമിതി കൃഷി ചെയ്തത്. നാംധാരി എന്ന ഹൈബ്രിഡ് ഇനത്തിലുള്ള ചെണ്ടുമല്ലി തൈകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. മറ്റത്തൂർ കൃഷിഭവൻ മുഖേന 2500ഓളം തൈകൾ വാങ്ങി കഴിഞ്ഞ ജൂണിലാണ് ക്ഷേത്രസമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഓണക്കാലത്തേക്ക് ആവശ്യമായ പൂക്കൾ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പ്രാദേശിക വിപണിയിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി നടത്തിയതെന്ന്
ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ പറഞ്ഞു. ജൈവ വളമാണ്, കോഴിക്കാട്ടം പോലുള്ള നമ്മൾ കൃഷിക്ക് ഇതിന്റെ ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഭക്തജനങ്ങൾ എല്ലാവരും ഈ കൃഷിയെ പരിപാലിച്ച് പോരുന്നു. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു പൂക്കൃഷി. ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ ചെടികൾ പൂത്തു. ഓറഞ്ച്, മഞ്ഞ എന്നിങ്ങനെ 2 നിറത്തിലുള്ള ആയിരക്കണക്കിന് ചെണ്ടുമല്ലി പൂക്കളാണ് ക്ഷേത്ര മൈതാനത്ത് വിടർന്നു പരിരസിക്കുന്നത്. ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് ശനിയാഴ്ച രാവിലെ 10 ശബരിമല ക്ഷേത്രം മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിക്കും. TCV ന്യൂസ്, കൊടകര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പെട്രോളിയം പ്രോഡക്റ്റ് സെയിൽസ് ആൻഡ് സർവീസ് സ്റ്റാഫ് യൂണിയൻ തൃശൂർ ശക്തനിലെ പെട്രോൾ പമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പെട്രോൾ പമ്പിലെ ജീവനക്കാർക്ക് കാലാനുസൃതമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, മിനിമം കൂലി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. AITUC ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK ശിവൻ ഉദ്ഘാടനം ചെയ്തു. VN മുരളി അധ്യക്ഷത വഹിച്ചു. TR ബാബുരാജ്, KN രഘു, CR ജയറാം തുടങ്ങിയവർ പങ്കെടുത്തു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി തളിക്കുളം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വാട്ടർ കിയോസ്കുകൾ സ്ഥാപിക്കുന്നു. ഇതിന്റെ ഭാഗമായി 15 വാർഡുകളിലേക്കുള്ള വാട്ടർ കിയോസ്കുകൾ തുറന്നുകൊടുത്തു. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PK അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, മെമ്പർമാരായ ജീജ രാധാകൃഷ്ണൻ, ഷൈജ കിഷോർ, ബിന്നി അറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൺലൈൻ പ്രസിദ്ധീകരണമായ നവമലയാളി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പുരസ്കാരത്തിന് കാർട്ടൂണിസ്റ്റ് EP ഉണ്ണി അർഹനായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 23-ന് വൈകിട്ട് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടക്കും. PN ഗോപികൃഷ്ണൻ, PS ഷാനു, ജയൻ എന്നിവർ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ മദ്ഹു റസൂൽ കോൺഫറൻസ് ശനിയാഴ്ച നടക്കും. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ആയിരക്കണക്കിന് പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കും. സമസ്ത ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അബൂബക്കർ ഫൈസി ചെങ്ങമനാട്, ബഷീർ ഫൈസി ദേശമംഗലം, അൻവർ മുഹിയുദ്ദീൻ, ഹുദവി ഷഹീർ ദേശമംഗലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വാർത്തകൾ തുടരുന്നു. കൊണ്ടാഴി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 21 അംഗനവാടികളിലേക്ക് നൽകുന്ന കളിപ്പാട്ടങ്ങളുടെ വിതരണോദ്ഘാടനം പ്രസിഡന്റ് K ശശിധരൻ നിർവഹിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺ V നിഷാമോൾ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, KK പ്രിയംവദ, ശിവൻ വീട്ടിക്കുന്ന്, K സുദേവൻ, EK മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. അംഗനവാടികൾക്ക് വേണ്ടി അംഗനവാടിയിലൊക്കെ ഒരുപാട് കുട്ടികളെ പ്രാവശ്യം അവിടെ ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാതപാർവതി ക്ഷേത്രത്തിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ മേള വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഞായറാഴ്ച നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പ്രശസ്ത മേള കലാകാരൻ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച 11 പേരാണ് അരങ്ങേറ്റം നടത്തുന്നത്. വൈകിട്ട് 6 നടക്കുന്ന അരങ്ങേറ്റ മേളത്തിന് തുടക്കം കുറിച്ച് പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സമിതി സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെള്ളിയാട്ടിൽ, വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളിയാട്ടിൽ, KN പത്മസുന്ദരൻ എന്നിവർ പങ്കെടുത്തു.
പെരിങ്ങോട്ടുകര താന്യം പഞ്ചായത്ത് 5-ാം വാർഡിലെ അനശ്വര അംഗനവാടിയിലേക്ക് ടെലിവിഷൻ സമ്മാനമായി നൽകി. ആവണങ്ങാട്ടിൽ കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അംഗനവാടി വർക്കർമാരായ അഷ്ടമി, സതി രംഗൻ, അഞ്ജു, നിമ്മി പ്രേംലാൽ എന്നിവർ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ കൊണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു. വളരെയധികം മാറ്റം വന്ന് കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി VN രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CC ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MN സുബ്രഹ്മണ്യൻ, MA യൂസഫ്, PH അഷ്റഫ്, KA അബ്ദുൾ ഖാദർ, V അച്യുതൻ, CN സുഭാഷ് എന്നിവർ സംസാരിച്ചു. ദൈവവ്യാപാശ്രയ ചികിത്സയെ ആധാരമാക്കി പ്രൊഫസർ ഡോക്ടർ PK ധർമ്മപാലൻ തയ്യാറാക്കിയ ആയുർവേദ ഋതു ആരോഗ്യ കലണ്ടറിന്റെ പ്രകാശനം ശനിയാഴ്ച നടക്കും. തൃശൂർ തെക്കേമഠം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പ്രകാശനം നിർവഹിക്കും. പ്രൊഫസർ ഡോക്ടർ PK ധർമ്മപാലൻ, ജയരാജ് മിത്ര, രാമപ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പൊന്നാനി മേഖലാ കമ്മിറ്റി എടപ്പാളിൽ ദേശീയ ശാസ്ത്രബോധ ദിനം ആചരിച്ചു. ശാസ്ത്രബോധ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനം നടന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി ജിജി വർഗീസ്, മേഖലാ ട്രഷറർ TP രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഗ്രാമിന് 9230, പവന് 73,840. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തള്ളി രാഹുൽ മാങ്കൂട്ടത്തിൽ. 1 കിലോ കഞ്ചാവുമായി കൊലക്കേസ് പ്രതിയടക്കം 2 പേർ പിടിയിൽ. കണിമംഗലം സ്വദേശി ബിജോയ്, പാലക്കൽ സ്വദേശി നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂരിൽ വോട്ട് വെട്ടലെന്ന ആരോപണം. BJPക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. 27 പ്രതിഷേധ ധർണ നടത്തുമെന്ന് നേതൃത്വം. മണ്ണുത്തെ ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ തീവ്ര ശ്രമം. ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിക്കും. പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഉരിങ്ങൂരിലും ചിറങ്ങരയിലും എത്തും. തിരുവില്ലാമല മല്ലേശമംഗലത്ത് 6 ലക്ഷം രൂപയുടെ ടാർ മോഷണം പോയി. കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.